ഗുരുപൂജ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ കുറേ രംഗങ്ങൾ കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു മ്ലേച്ഛമായ ഒരു ആചാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആറ് പിന്തിരിപ്പൻ ആശയങ്ങളാണ് അതൊക്കെ. ഒരു ഗുരുപൂജയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാല് കഴുകി വന്നിക്കുക എന്നൊക്കെ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഒരു കാരണം അതും തിരിച്ചറിവില്ലാത്ത കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന രീതി അതല്ല നമുക്ക് ഗുരുവിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഗുരുവിനെ ആ രീതിയിൽ നമ്മളോട് എങ്ങനെ ഗുരു പെരുമാറിയിരുന്നു അതനുസരിച്ച് നമ്മൾ തിരിച്ചെന്തായാലും കൊടുക്കും. ഗുരു ഒരു വിദ്യാർത്ഥിയെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ തിരിച്ചും നമ്മൾ ഗുരുവിനെ ബഹുമാനിക്കുന്നുണ്ട്. ഗുരുപൂജ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിക്ക് ഹൃദയത്തിൽ നിന്നുമാണ് അധ്യാപകരിലേക്ക് വരേണ്ടത്. അതെ, തീർച്ചയായിട്ടും ഗുരു എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ആ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള അടിസ്ഥാനപ്പെടുത്തിയാണ് ഗുരുവിനോട് ആ ഹൃദയത്തിൽ നിന്ന് തന്നെ അവനുള്ള ആ ബഹുമാനം കൊടുക്കുന്നതായിട്ടാണ് ഞങ്ങളൊക്കെ ശീലിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നിർബന്ധിക്കപ്പെട്ട് അതിനുവേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തിരിപ്പൻ ആശയങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്നും ഈ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യവുമല്ല. അതുപോലെ പക്ഷേ മുതിർന്ന ആൾക്കാർ ചിലപ്പോൾ തിരിച്ചറിവുള്ളപ്പോൾ ചെയ്തിട്ടുണ്ടാകും. അത് തിരിച്ചറിവിൻ്റെ പേരിലാണ്. കുട്ടികൾ എന്ത് തിരിച്ചറിഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്കത് മനസ്സിലാക്കണില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇതല്ല. ഇതിപ്പോൾ അതിനെ ന്യായീകരിച്ച് കേരളത്തിലെ ഭരണത്തലവൻ വരെ ഗവർണർ വരെ പറയുന്നു. അപ്പോൾ ഇവരൊക്കെ ഏത് ലോകത്താണ്, ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? ഇതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നാറുള്ളൂ. ഞാൻ അതിനെപ്പറ്റി അതൊക്കെ വിചാരിക്കാറുള്ളൂ. ഇതൊക്കെ അതായത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ അജണ്ടയാണ്, ഹിന്ദുത്വ ഹിഡൻ അജണ്ട. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാവ്യവൽക്കരണം എന്ന് പറയാനും എന്തായാലും ഈ വക കാര്യങ്ങളാണ്. അതായത് ചെറുപ്പത്തിൽ തന്നെ പിള്ളേരുടെ മനസ്സിനും മസ്തിഷ്ക പ്രക്ഷാളനം ഒക്കെ തെറ്റാണെന്ന് തന്നെ പറയുള്ളൂ. വിദ്യാലയങ്ങളിൽ വരുന്നതാണ് തെറ്റായിട്ട് അല്ലേ? അതെ, നമ്മൾ പൊതുവിദ്യാലയങ്ങളിൽ ഇതൊക്കെ ആവർത്തിക്കാന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റുള്ളതെന്ന് വെച്ചാൽ മദ്രസയായാലും ഇനിയിപ്പോൾ ദേവസ്വം ബോർഡ് സ്കൂളായാലും അത് അവരുടെ ഇതിലാണെന്ന് വെക്കാം. സർക്കാർ സ്കൂളുകളിൽ ഇതില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കേരളത്തിലെ സ്കൂളുകളിലെ ഈ സംഭവം ഇങ്ങനെ ഇപ്പം ഞാനും കണ്ടേക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കേൾക്കണത്. ഇങ്ങനെ അത് വലിയ വാർത്തയായിട്ടൊക്കെ വിവാദമായ വാർത്തയായിട്ടൊക്കെ വന്നത് ഇപ്പോഴാണ്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ വേറെ കാര്യമുണ്ട്. അത് വേറെ രീതിയിലാണ്. അങ്ങനെയല്ല, അത് നിർബന്ധിച്ച് ചെയ്യിക്കണമൊന്നുമില്ല. എഴുത്തിനിരുത്തുന്ന സമയത്ത് നമ്മൾ ഈ കൊച്ചുകുട്ടിയാണ്, അതൊക്കെ എഴുത്തിനിരുത്തുന്ന പറഞ്ഞാൽ 3 വയസ്സോ ഉള്ള സമയത്തൊക്കെയാണ്. ആ സമയത്തൊക്കെ ഈ പറഞ്ഞാൽ ഗുരുവിനോട് ആ തള്ള പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവർക്ക് സ്വയം സംസാരിക്കാൻ പോലും പറ്റാത്ത സമയത്താണ്. അപ്പം നടക്കുന്നുണ്ടാവും, എന്നല്ലാതെ എനിക്കറിയില്ല. എന്നാലും അത് ശരിയാണെന്ന് പറയാം. എന്നാലും അവർ എഴുത്തിനിരുത്തുന്നതിൻ്റെ പേരിലൊരു കാര്യം അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ്, കുരുന്നുകളെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരി ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്കെതിരെ പോക്സോ കേസ് എടുക്കണം. അതാണ് ബാലപീഡനത്തിനുള്ള കേസ് എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പീഡനം തന്നെയാണ് അല്ലേ? പിന്നെ അത് പീഡനമല്ല, തീർച്ചയായിട്ടും അതൊരു പീഡനം തന്നെയാണ്. എന്ത് കാര്യം ഒരു കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുക എന്നാണ് തെറ്റല്ലത്. അതാണ് ഇപ്പം നടന്നത്. അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒളിച്ച് അതായത് ഹിഡൻ അജണ്ടകൾ അതിന് വന്നുകൊണ്ടിരിക്കും. കുറച്ച് കോപ്രായങ്ങളെന്ന് പറയാമോ? പിന്നെ തീർച്ചയായിട്ടും കോമാളി കോപ്രായങ്ങളാണ്. വെറും കോപ്രായമല്ല, കോമാളികളുടെ കോപ്രായമാണിത്.